ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹലോ പറ. ആ കൃഷി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞങ്ങൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകട്ടോ. അതായത് ഇവിടെ ഏട്ടൻ്റെയൊക്കെ കസിൻ്റെ വീട്ടിൽ പോവുകയാണ്. അതായത് ഏട്ടൻ്റെ പെങ്ങളാണ്, ഇവിടുത്തെ അച്ഛൻ്റെ പെങ്ങളെ മോളാണ്. അപ്പോൾ അവൾ നാളെ ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ അവളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായില്ല കണ്ടിട്ട്. ഓളാണെങ്കിൽ അതിരുട്ടനൊന്നും കണ്ടിട്ടില്ല, ഇങ്ങോട്ട് വരാൻ ടൈം കിട്ടിയില്ല, പെട്ടെന്നില്ല പോക്കൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടം വരെ പോവാട്ടോ. പക്ഷെ മോളോട് ബീച്ച് കാണാൻ പോവാന്ന് പറഞ്ഞാൽ ഓരോ വീട് ബീച്ചിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ പോകാൻ പറ്റുമെന്ന് അറിയില്ല. മഴയൊക്കെ പെയ്യുന്നുണ്ട്. കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ പോകണം. എന്തായാലും അവിടെ ചെന്നിട്ട് നല്ല വിശേഷങ്ങളൊക്കെ കാണിക്കാം. പോണതിന് മുന്നേ നമുക്കൊന്ന് ബേക്കറി സാധനങ്ങളൊക്കെ മേടിച്ച് പോകാനുണ്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണിക്കാം. കിസ്കുട്ടി ഞങ്ങൾ ഓട്ടോയിലാട്ട് പോണത്. തൊട്ടടുത്തുള്ള വീട്ടിലെ കാക്കാൻ്റെ ഓട്ടോയിലാണ് പോണത്. അപ്പോൾ അതേ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ആ കാക്കാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കൃഷ്ണമോളത് അങ്ങോട്ട് കയറുന്നേയില്ല, അവൾ പോവാൻ റെഡി ആയിട്ട് ഇതേ റോട്ടിൽ തന്നെ നിൽക്കുക കേട്ടോ. കുടയും ചൂടിക്കൊണ്ട് നിൽക്കാം. അപ്പോൾ അതേ കുറച്ച് ദൂരേ ഉള്ളൂ ഓട്ടോയ്ക്ക് പോകാൻ. ഇവരൊക്കെ പണ്ട് നടന്നൊക്കെ പോവാറുണ്ട് കാരണം. അപ്പം നമ്മളെന്തായാലും ബൈക്കിനൊക്കെ പോയിട്ട് എന്തായാലും നനയും. അപ്പോൾ ഓട്ടോ വിളിച്ച് തന്നെ പോയി. ഇപ്പോൾ ഇതാട്ടോ അവർ വീട്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു, അവർ ജോലി കഴിഞ്ഞ് എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ കാരണം അമ്മാളും അവിടെ വിളിക്കാം, അവൾ പുറത്ത് പോയിട്ട് വരികയാണ്. ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ട് യാത്ര പറഞ്ഞിട്ട് വരിക കേട്ടോ. അവർ ഞങ്ങൾ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അവൾ വേഗം വന്നതായിരുന്നു. ഇതായിരുന്നു കേട്ടോ ആള്. അവളെ വീട്ടിൽ ഇത് 2-3 നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് കയറാൻ നോക്കിയപ്പോൾ ഭയങ്കര കുര. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവൾ വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് അവരെ വെയിറ്റ് ചെയ്ത് നിന്നതാട്ടോ. അപ്പോൾ ഇത് അച്ഛൻ വന്നപ്പോൾ അവരമ്മേനെ ഒന്ന് പേടിപ്പിച്ചിട്ട് നായ കടിച്ചു എന്നും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അവരത് വിശ്വസിച്ചുകൊണ്ടാട്ടോ അകത്ത് കയറുന്ന. ആകെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. വെറുതെ ചുമ്മാ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതേ പാപ്പനും പാപ്പി എത്തിയിട്ടുണ്ടായിരുന്നു. അവർ വന്നപ്പോൾ ഇതേ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ട് വന്നതാട്ടോ. ശരിക്കും പറഞ്ഞാൽ അമ്മാളും ആദ്യമായിട്ടാട്ടോ മോനെ കാണുന്നത്. അവളും അമ്മയും കൂടെ ഇതേ ഒരു ദിവസം വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മോനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് വീട്ടിലായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മളുവിൻ്റെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ട്. അവളോട് യാത്ര പറയുക, അവളോടല്ല അവൾ ഇങ്ങനെ നാളെ പോവല്ലേ, അപ്പോൾ എന്തായാലും ഒന്ന് കണ്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ഇത് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വരവും അപൂർവം കാണുന്നതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വരവും പോക്കൊക്കെ ചുരുക്കിയുള്ളൂ. അപ്പോൾ കഥ മതിയാവുന്നില്ല. അപ്പം ഞങ്ങളിത് അവിടുന്ന് ഓട്ടോ കിട്ടാൻ ഭയങ്കര പ്രയാസമായി. അപ്പം ഞങ്ങൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങി കുറച്ച് നടന്നതിന് ശേഷമായിട്ട് ഓട്ടോ കിട്ടിയത്. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ. ഇപ്പം എത്തിയിട്ടുള്ളൂ. അതിരുട്ടൻ ഉറങ്ങുകയാണ്. അപ്പം അതാ പതിയെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ മുതൽ ഉറങ്ങിയിട്ടില്ലായിരുന്നു. വണ്ടിയിൽ നിന്നൊക്കെ നല്ല ഉറക്കം തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ചതേ ഓട്ടോയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ വേഗം ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ഈ പറയുമ്പോഴേക്കൊക്കെ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നതാണ്. തീരെ ഉറങ്ങാനായിട്ട് നല്ല ഉറക്കമുണ്ട്. ഉറങ്ങിപ്പോയിട്ട് കൃഷ്ണമോളത് അപ്പുറത്ത് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് വ്ളോഗ് എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ. അവൾ നാളെ പോവുകയാണ്. അപ്പോൾ അതെല്ലാവരും അറിയാൻ വേണ്ടിയിട്ടും പിന്നെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒക്കെ ഒരു മെമ്മറി അല്ലേ, അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ വ്ളോഗായിട്ട് എടുത്തതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.